ഷാഫി സാറ് എന്നെ നായകനാക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ വായാൽ ലിറ്ററലി പറഞ്ഞതാണ്. ദാറ്റ്സ് എ മൊമെന്റ് ഈസ് ശുക്രൻ. സിനിമാ ജീവിതത്തിൽ എന്നല്ല, ഇത് സത്യത്തിൽ അങ്ങനെ ഒരു രണ്ട് ഘട്ടമൊന്നുമില്ല ബ്രോ. ഇപ്പോൾ എൻ്റെ ഒരു പടത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ പടമല്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റിയ ആളല്ലേ അവൻ. നമ്മളുടെ കുറവുകളെ പച്ചയ്ക്ക് ഒരു ഇരട്ട പേരിട്ടിട്ട് നമ്മുടെ 500 പേരുടെയൊക്കെ മുമ്പിൽ വെച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തുട്ട്, ഇതൊക്കെ പാവം അവന്മാരുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. ഭയങ്കര ഞെട്ടിക്കണ രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ഞങ്ങൾ. ബോംബ് കഥ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇത്രയും എൻ്റെ ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് വരുന്ന പടമാണ്. ഞങ്ങൾക്കറിയാം അന്ന് ഈ അതിൻ്റെ കോസ്റ്റ്യൂം ബേസ് ചെയ്തിട്ട് റോള് വരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ആ സിനിമയുടെ കഥയോ അതൊന്നുമല്ല, ചാർലിയോ അല്ല, ഒന്നുമല്ല. അമൽ നീരദ് ബ്രോനോട് പറയാണ്, ബ്രോയുടെ മുമ്പിൽ വെച്ച് പാമ്പിനെയാണല്ലോ കടിച്ചത്. ഉബൈനയുടെ സംവിധാനത്തിൽ വിപിൻ ജോർജ്, അതുപോലെ തന്നെ ചന്തു നാഥ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് ശുക്രൻ. അപ്പം ഇതിനകത്ത് വിപിൻ ജോർജ് ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിനിമയുടെ മറ്റു വിഷയം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. 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 എന്താണ് ബേസിക്കലി ശുക്രൻ? ശുക്രൻ ഞങ്ങളുടെയൊക്കെ തെളിയാൻ പോകുന്ന ശുക്രനായിരിക്കും. വിശ്വാസം 100%. 100%. നമ്മൾ 100% പൂർണ്ണമായിട്ട് വിശ്വസിക്കണമല്ലോ. അത് നല്ലൊരു ഫാമിലി റോംകോം ത്രില്ലർ പടമായിരിക്കും ശുക്രൻ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ ഇപ്പൊ വന്ന ഒരു പുതിയ പോസ്റ്റർ ഞാനിപ്പോൾ കണ്ടത്. അപ്പൊ ഈ ആ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ബേസിക്കലി മനസ്സിൽ തോന്നുന്നു പറഞ്ഞാൽ ഭയങ്കര കോമഡി ഒക്കെ ഉള്ള ഹ്യൂമറുള്ള അങ്ങനത്തെ സാധനം ഇരിക്കുന്ന അല്ലല്ല, ഹ്യൂമർ പടം അല്ല. അല്ലല്ല, എന്നാൽ ഇത്തിരി ചിരിക്കാനുണ്ട്. ആക്ഷൻ ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ത്രില്ലറുണ്ട്, ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആണ് സിനിമ. ഒരു താലി മീൽസ് പോലെ ഇരിക്കും. എന്താണ് ഇപ്പൊ നിങ്ങളുടെ 3 പേരുടെ തമ്മിലുള്ള സൗഹൃദമൊക്കെ എന്നിട്ട് പറഞ്ഞു പോകുന്നുണ്ടോ? ഉണ്ട്. 3 പേരുടെ സൗഹൃദം പറഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് എല്ലാ ഇമോഷനും കടന്നു പോകുന്ന നമുക്കൊരു ഫാമിലിക്ക് വേണ്ട ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പം ഈ ചേട്ടൻ്റെ ആദ്യ കാലങ്ങളിൽ ചേട്ടൻ ഇപ്പം എഴുത്തിലായിരുന്നല്ലോ തുടങ്ങുന്നത്. അപ്പം ആദ്യമേ സിനിമയിൽ അഭിനയമായിട്ട് വന്നിരിക്കും, പിന്നെ ശേഷം അത് എഴുത്തിലേക്ക് കൺവേർട്ട്. അപ്പം ഈ എഴുത്തിലേക്ക് മാറുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും തിരിച്ച് ഇതുപോലെ വലിയൊരു കമ്പാക്ക് നടത്തണം, അല്ലെങ്കിൽ സിനിമയിൽ നായകനായിട്ട് തിരിച്ചു വരും എന്നൊക്കെ ഒരു സംഭവം? നായകനായിട്ട് വരും എന്നുള്ളത് തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താ തിരിച്ചു വരവല്ല, ഇതിലേക്ക് നായകനായിട്ട് വരുമെന്ന് പിന്നെ നായകനായിട്ട് വരും എന്നുള്ളത് നമ്മൾ കുഞ്ഞിലെ വല്ല ആഗ്രഹമായിരുന്നു, എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നമുക്ക് അപ്രാപ്യമായിരുന്നു. പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ച് ഷാഫി സാറിൻ്റെയും ആൽവിൻ ചേട്ടൻ്റെയും നാദൃഷിക്കയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ സെറ്റായി. പണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ സിനിമയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു കടലിലേക്ക് എന്നെ തള്ളിയിട്ടിട്ട് ഞാൻ നീന്തൽ പഠിച്ച് അങ്ങനെ വരുന്ന ആ ഒരു പ്രൊസീജിയർ പോലെയാണ് ഞാൻ സിനിമയെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം ലൈഫിൽ അന്ന് ഒരു സഹായത്തിനായിട്ട് കൈത്താങ് പോലെ വന്ന ഒരാളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അപ്പം ലൈഫിൽ അത്തരത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ പ്രാധാന്യം എത്രത്തോണ്ടെന്ന് പറയാം? കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളും ഞാനും കൂടിയുള്ള സൗഹൃദം തന്നെയാണ് നമ്മളെ സിനിമയിൽ നിലനിർത്തിയതും ഇപ്പോഴും കൊണ്ടുപോകുന്നതും. അവനോടുള്ള സൗഹൃദം തന്നെയാണ്. അത് അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ഭാഗ്യം വേണം. ഈ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമാ ജീവിതത്തിൽ എന്നല്ല, ഇത് സത്യത്തിൽ അങ്ങനെ ഒരു രണ്ട് ഘട്ടമൊന്നുമില്ല ബ്രോ. ഇപ്പോൾ എൻ്റെ ഒരു പടത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ പടമല്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റിയ ആളല്ലേ അവൻ. അപ്പോൾ ഒരു സുഹൃത്തിനെ കിട്ടലാണ്. അത് സിനിമാ ജീവിതവും നോർമൽ ജീവിതവും എന്നുള്ള ഇല്ല. അവനെപ്പോലെ ഒരു നല്ലൊരു കൂട്ടുകാരനെ കിട്ടണതാണ് എൻ്റെ ഭാഗ്യം. ഇപ്പം കൂടുതല് ആ ഒരു ചാർലിയുടെ റെപ്ലിക്ക എന്നൊക്കെ പറഞ്ഞൊരു വേഷം വന്ന് ഒരു ഭയങ്കര ട്രോളുകളൊക്കെ നേരിട്ടുണ്ട്, സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ആവൂലാണ്. എനിക്ക് എന്തിൻ്റെയൊക്കെയൊന്നുമല്ല, നമ്മളുടെ കുറവുകളെ പച്ചയ്ക്ക് ഒരു ഇരട്ട പേരിട്ടിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു 500 പേരുടെയൊക്കെ മുമ്പിൽ വെച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തുട്ട്, ഇതൊക്കെ പാവം അവന്മാരുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. പിന്നെ എന്നെ ഇത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾക്കറിയാം അന്ന് ഈ അതിൻ്റെ കോസ്റ്റ്യൂം ബേസ് ചെയ്തിട്ട് റോള് വരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ആ സിനിമയുടെ കഥയോ അതൊന്നുമല്ല, ചാർലിയോ അല്ല, ഒന്നുമല്ല. സെക്കൻഡ് ഹാഫിൽ കിടിലനായിട്ട് ആക്ട് ചെയ്യാനുള്ള പരിപാടിയുള്ള ഒരു സിനിമയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപോകുക, എന്നിട്ട് സെക്കൻഡ് ഹാഫ് കണ്ടുപോകും. ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ അങ്ങനെ പോകുന്നത് അല്ല, അതിൽ നായകനും വില്ലനും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നായകനാവാൻ വേണ്ടി അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രസ്സും അതാണ് ഞാൻ പറയാം. കഥ അറിയാത്തവരാണ് കുറ്റം പറഞ്ഞേക്കണേ. പക്ഷെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ യേശൊന്നുമില്ല, ഇനിയും യേശുമില്ല. ഇതൊന്നും എന്തൊക്കെ വന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും കോമഡിയാണ് ഇതൊക്കെ.
ചുക്കറിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇപ്പം ഷൈൻ ടോം ചേട്ടനുമായിട്ടുള്ള എത്രാമത്തെ സിനിമ? ഫസ്റ്റ് മൂവി. ചേട്ടനായിട്ട് ഫസ്റ്റ് പടമാണ്, നമ്മുടെ ചന്തുവായിട്ട് ഫസ്റ്റ് പടമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ? നല്ലായിരുന്നു. അയാൾ ഭയങ്കര നല്ല ജെൻ പേഴ്സൺ ആണ്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതായത് ഭയങ്കര ഹൈപ്പർ ആയിട്ട് എക്സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ക്യാരക്ടറിലേക്ക് ആ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ ആക്ഷൻ പറഞ്ഞൊക്കെ ഓക്കെ പഴയ അതെ അതെ അത് ഇങ്ങനെ കണ്ട് നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഞെട്ടിക്കണ രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു ഞങ്ങള്. ഇത് ഇങ്ങനെ കടന്ന് ബഹളമൊക്കെ വെക്കുകയും ചെയ്യുമ്പോൾ ആക്ഷൻ പറയുമ്പോൾ ക്യാരക്ടറിലേക്ക് ആവുന്ന അത്ഭുതം നമ്മൾ കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നസീറൊക്കെയാണ് ഇതിനകത്ത് ഒരു ലോറി ഡ്രൈവർ, അതുപോലെ തന്നെ ഇപ്പൊ ലോറി ഡ്രൈവർ കിളി പോലെയാണ് ചേട്ടൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഒരു കണക്ഷൻ പരിപാടി നസീർക്കായിട്ട് ഭയങ്കര എളുപ്പമല്ലേ, ബമ്പർച്ചിരിയിൽ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് ഈ പടത്തിന്റെ ഒരു ബേസ്. അത് ഭയങ്കര ഈസി ആയിരുന്നു. ഫസ്റ്റ് ടേക്ക് മുതൽ ഞങ്ങൾ അതിലേക്ക് ഇന്നായി എന്നുള്ളതാണ്. ഇനി ഒരു ഫൺ ചോദ്യം ചോദിക്കട്ടെ, അതായത് ലൈഫിലെ ഒരു ശുക്രൻ മൊമെന്റ് ഏതായിരുന്നു? ഷാഫി സാറ് എന്നെ നായകനാക്കാമെന്ന് അദ്ദേഹത്തിന്റെ വായാൽ ലിറ്ററലി പറഞ്ഞതാണ്. ദാറ്റ്സ് എ മൊമെന്റ് ഈസ് ശുക്രൻ. പക്ഷേ സിനിമ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമല്ലേ, നമുക്ക് അങ്ങനെ ഒരു വാക്കാലുള്ള ഒരു സംഭവം വെച്ച് നമുക്ക് പറ്റുമായിരുന്നു. ബ്രോഡായിട്ട് വലിയ ആഗ്രഹമുണ്ട് എൻ്റെയോ നായകനാണ് സിനിമയൊക്കെ ആണല്ലോ. ഇപ്പോ ബ്രോ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ ഇവിടുത്തെ ഡയറക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ അമൽ നീരദ് ബ്രോനോട് പറയാണ്, ബ്രോയുടെ മുമ്പിൽ വെച്ച് പാമ്പിനെയാണല്ലോ കടിച്ചത്, ബ്രോന്റെ മുമ്പിൽ വെച്ച് പറയാണ്, ബ്രോ നിങ്ങളെ ഞാൻ നായകനാക്കാൻ പോവാട്ടോ, അടുത്ത സിനിമയിൽ ഇത് സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ ഓക്കെയാണ്, ബ്രോനെ നായകനാക്കുന്നു പറയുന്ന മൊമെന്റ് ഇല്ലേ, ഇത്ര നാൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു മൊമെന്റ് അല്ലേ, അതോടെ പറയുന്നിടത്താണ് ബ്രോന്റെ ശുക്രൻ കിട്ടിയല്ലോ. അത് എമ്പതി ചെയ്യാൻ വേണ്ടിട്ട് അയച്ചതെന്ന് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് ശുക്രനെ പറ്റി എന്താണ്? ഒന്നുമില്ല, ബോംബുകഥ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇത്രയും എൻ്റെ ഒരു ഫൺ എന്റർടൈനറിൻ്റെ അല്ല, ഫൺ എന്നല്ല സോറി, ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ട് വരുന്ന പടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു നമ്മൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് വേണം നമ്മൾ സിനിമ കാണാൻ വരാൻ, വേറെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും വേണ്ട. 2026 ഒരു വലിയ വിജയമായിരിക്കുമോ സിനിമ? ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ.